Good morning. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും പോയിരുന്നോ? അമ്പലത്തിലൊക്കെ പോയോ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? അടിപൊളിയായിരുന്നു അല്ലേ? എന്താണ് മ്യൂട്ട് ചെയ്തിട്ടേക്കാണോ? നിങ്ങളുടെ വോയിസ് എനിക്ക് കേൾക്കുന്നില്ലല്ലോ. വീണ്ടും സംസാരിച്ചേ. ഓക്കെ. അപ്പൊ ഇന്നലെ എന്താണ് ക്ലാസ് വെച്ചത് മോശമായി പോയി. അത് ഞാനല്ലല്ലോ എടുത്തത്. ആരാണെങ്കിലും മോശമായി പോയി. മിസ്സേ, ഇന്നലെ ക്ലാസ് കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേറിയില്ലായിരുന്നു. ഇതുവരെ അവധിക്കൊക്കെ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ ക്ലാസ്. അപ്പൊ അത് വിചാരിച്ച് കാണൂലെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഇൻഫർമേഷൻ വരും കേട്ടോ. ഗ്രൂപ്പിനകത്തേക്ക് ഇടും. അപ്പൊ അതിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നലെ ആദ്രാമിസിന്റെ ക്ലാസ്സിൽ ലാസ്റ്റിലേക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നോന്ന് അറിയില്ല. ക്ലാസ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിട്ട് പിന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. പിന്നെ ഞാൻ അങ്ങ് പോയില്ല, ലാസ്റ്റിലേക്കായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂവിന് ശേഷം ക്ലാസ് എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഇനി നിങ്ങൾ നോക്കണം കേട്ടോ. തന്നെ ഇൻഫോം ചെയ്യും കേട്ടോ. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നലെ നമ്മൾ എടുത്ത പോർഷൻസ് ഒക്കെ വായിച്ചു നോക്കിയത് ഇന്നലെ എനിക്ക് തോന്നുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു, ക്ലാസ്സിൽ കുറവായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് ഇന്നലത്തെ പോർഷൻസ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഗംഗ ഉണ്ടായിരുന്നു അല്ലെ? ഗംഗ ജോഷിനിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാർഡിയോളജി വരെയാണ് കേട്ടോ. അത് ഫുൾ ആക്കിയിട്ടില്ല. നമ്മള് കാർഡിയോളജി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് കേട്ടോ. അപ്പോ ഒന്ന് പറയാമോ എന്തായിരുന്നു കാർഡിയോളജി എന്നുള്ളത്? ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഡിസീസസ് ഓഫ് ആൻഡ് ഡിഫക്ട്സ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്? അതിനകത്ത് നമ്മള് എക്സാമ്പിൾ ആയിട്ട് പിന്നെ ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റെയും ബേസിസ് അനുസരിച്ചിട്ടാണ് ബോത്ത് പേഷ്യൻസിനും ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെന്റ് ഡയഗ്നോസ് ചെയ്യുന്നതും പിന്നെ ട്രീറ്റ്മെന്റ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന്റെയും ഡിസോർഡേഴ്സും ഒക്കെ ഹാർട്ടിന്റെ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ സ്പെഷ്യാലിറ്റി. വെരി ഗുഡ്. അപ്പൊ ഇന്നലെ ക്ലാസ് കേൾക്കാത്തവര് റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്താണ് കാർഡിയോളജി ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് അടുത്ത ക്ലാസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ കാർഡിയോളജി വരെയാണ് പറഞ്ഞു നിർത്തിയത്. അത് ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. ഒന്നുകൂടെ വായിക്കാം. അപ്പൊ എന്താണ് പറഞ്ഞത്? ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർ ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത്രയും ടൈം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോ നിങ്ങൾ പ്രത്യേകം കേൾക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. The department as the same indicates
deals with the problems of the human heart or circulation. എന്താണ് ഇവിടെ പറഞ്ഞത്? അതായത് നമ്മളുടെ ഹൃദയത്തിലോ രക്തചംക്രമണത്തിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ? അറിയാലോ നിങ്ങൾക്ക്. കാർഡിയോളജി ഇസ് ദ മെഡിക്കൽ എന്താണ് കാർഡിയോളജി എന്നത് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ പോലെയാണ് ഈ അടുത്ത സെന്റൻസിൽ പറയുന്നത് കേട്ടോ. എന്താണ്? കാർഡിയോളജി ഇസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദ ഹാർട്ട്. മനസ്സിലായില്ലേ? എന്താണ്? നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങള്, അതിന്റെ രോഗനിർണയങ്ങള്, അവയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാർഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ട്രീറ്റഡ് ഈസ് കൊറോണറി ആർട്ടറി ഡിസീസ്. കാഡ് എന്ന് പറയൂ കേട്ടോ. കാഡ് എന്നാണ് പൊതുവെ നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. CAD കാഡ് കേട്ടോ. അത് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ്. അതായത് നമ്മുടെ ഹൃദ്രോഗ ചികിത്സയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ മേഖല എന്ന് പറയുന്നത് എന്തിന്റെ ചികിത്സയാണെന്ന് അറിയാമോ? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കാഡ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ നമ്മള് ഇന്നലെ കൊറോണറി ആർട്ടറീസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറീസ്, ധമനികൾ കേട്ടോ. ആർട്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ധമനി എന്നാണ് കേട്ടോ. അപ്പൊ അത്തരം എന്താണ് സാധ്യത എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? തുടക്കം തൊട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് തുടക്കം നമ്മൾ ഇന്നലെ OPD പറഞ്ഞിരുന്നു. പിന്നെന്താണ് കാർഡിയോളജി പറഞ്ഞു. പിന്നെന്തായിരുന്നു? കാഷ്വാലിറ്റി പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാർഡിയോളജി വരെയാണ് ഇന്ന് പറഞ്ഞു നിർത്തിയിരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളൂ കേട്ടോ. അപ്പം കാഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്, കൊറോണറി ആർട്ടറി ഡിസീസ്. അപ്പൊ എന്താണ് കൊറോണറി ആർട്ടറീസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കണം. ഓക്കെ. ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറീസിനെയാണ് നമ്മൾ ധമനി കേട്ടോ. അതിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തില് 2 കൊറോണറി ആർട്ടറീസ് ആണുള്ളത്. അതായത് റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും ഉണ്ട്. ഓക്കെ. അപ്പോ ഈ ആർട്ടറിയിലൂടെ അതെ ഓക്കെ എന്ന് സ്റ്റാർട്ടിങ് പങ്കെടുക്കുക. ഓക്കെ. കാർഡിയോളജി വരെ കേട്ടോ. അപ്പോ എന്താണ്? നമ്മുടെ ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ, കൊറോണറി ആർട്ടറീസ്. അപ്പൊ അതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തുണ്ടാവും? കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും. കൊളസ്ട്രോൾ ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് ചേരുന്ന കൊളസ്ട്രോള്, ഫാറ്റ്, ഇതൊക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യും? ഈ പറഞ്ഞ ആർട്ടറിയിൽ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് പറ്റി പിടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇത് പറ്റി പിടിച്ച് പിന്നെ അതൊരു പ്ലേക്ക് ആയി പിന്നെ അത് റപ്ചർ ആവാനായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ ആ ആർട്ടറിയിൽ ഒരു വിള്ളല് വരാനായിട്ട് തുടങ്ങും. അവിടെ ബ്ലോക്ക് ആവും. മനസ്സിലായോ? ശരിയായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാണ്ട് ഈ പറഞ്ഞ ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് അവിടെ ബ്ലോക്ക് ആവും. ഓക്കെ. അങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് ഹാർട്ടിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ കാഡ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അതേ സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത്? ഈ പറഞ്ഞ കാഡ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. ക്ലിയർ? ഇത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആൻജിന. ഓക്കെ. ആൻജിന എന്ന് നിങ്ങൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ആൻജിന എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞല്ലോ കാഡ് മൂലം ഉണ്ടാവുന്നതാണ് കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ് മൂലം ഉണ്ടാകുന്നതാണ് ആൻജിന എന്ന് പറയുന്ന അവസ്ഥ. അതായത് ഹൃദയത്തിലേക്ക് വേണ്ടത്ര ഓക്സിജനേറ്റഡ് ബ്ലഡ് ചെല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന അതിശക്തമായിട്ടുള്ള ഒരു വേദന കേട്ടോ, നെഞ്ച് വേദന, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻജിന എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ് പറഞ്ഞത്. അത് കാബ്ജ് എന്നാണ് കേട്ടോ പറയാം. കാബ്ജ് അതായത് CABG. ഓക്കെ. അതിന്റെ അർത്ഥം എന്താണ്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈപ്പാസ് സർജറി നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സംഭവം തന്നെയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ കാബ്ജ് എന്ന് പറയാം. കാബ്ജ് എന്ന് പറയാം. അതായത് ശരിക്കും ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്
ഒരു മരം വീടും എന്ന് വിചാരിക്കുക. അപ്പൊ മരം വീഴുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് വഴിയില്ല അല്ലെ? അതിന് മരം വീട് എടുക്കല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വേറെ വല്ല വഴികളൊക്കെ തേടി പിടിച്ച് അല്ലെങ്കിൽ വേറെ വഴികളൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള വീട്ടിലോട്ട് എത്തും അല്ലെ? എന്നതുപോലെ തന്നെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് വരെയാണെന്ന് വിചാരിക്കാം. ഇവിടെ മരം വീണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ അവിടെ ബ്ലോക്ക് വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ബ്ലോക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡിന് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത് അതിന്റെ ലക്ഷ്യസ്ഥാനമായ ഹാർട്ടിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് വേറൊരു ബൈപ്പാസ് ഉണ്ടാക്കി കൊടുക്കണം അല്ല. ആ ഒരു ബ്ലഡിനെ റീറൂട്ട് ചെയ്തിട്ട് വേറൊരു വഴിയിലൂടെ നമുക്ക് എങ്ങോട്ടേക്ക് എത്തിക്കണം? നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കണം. അതിനെയാണ് നമ്മൾ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഈ ഒരു ബൈപ്പാസ് സർജറി സമയത്ത് നമ്മൾ വേറെ റീറൂട്ട് ചെയ്ത് വിടണം എന്ന് പറഞ്ഞു അല്ലെ? റീറൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ മറ്റു ചില ആർട്ടറീസ് എടുക്കും. നമ്മുടെ ഇപ്പൊ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ പോർഷനിൽ നിന്നോ എവിടെ നിന്നെങ്കിലും മറ്റേതെങ്കിലും ആർട്ടറീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കൊറോണറി ആർട്ടറിയോട് കൂടി തന്നെ അറ്റാച്ച് ചെയ്യും. ഈ പറഞ്ഞ ബ്ലോക്കിന്റെ മുകളിലോ താഴെയോ ആയിട്ട് കൊറോണറി ആർട്ടറിയോട് അടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ പോകുന്ന ബ്ലഡിനെ അതിലൂടെ തിരിച്ച് എങ്ങോട്ടേക്ക് വിടും? ഹാർട്ടിലോട്ട് വിടും. അതാണ് ഈ പറഞ്ഞ ക്യാബ്ജ് കേട്ടോ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് എന്താ വരുന്നത്? ഇപ്പൊ നമുക്കറിയാം, ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ആ ബ്ലോക്കിനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഈ പറഞ്ഞ മരം മുറിച്ചിട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മരം മുറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ വഴി ക്ലിയർ ചെയ്ത് പോകാം. ഇനി മരം മുറിച്ചിട്ട് നമുക്ക് ഇടാൻ വേറെ സ്പേസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? വേറെ വഴി നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന വഴിയാണ് ഈ പറഞ്ഞ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ നമ്മൾ ഇങ്ങനെ വെക്കുന്ന ആർട്ടറീസ് ഉണ്ടല്ലോ, അതായത് റീറൂട്ട് ചെയ്ത് വിടാനായിട്ട് നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ആർട്ടറീസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആ ഒരു ന്യൂ ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാഫ്റ്റ് എന്നാണ് അതിനെ പറയാ. അതുകൊണ്ടാണ് അതിന്റെ പേര് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടല്ലോ. CABG കേട്ടോ, ക്യാബ്ജ് എന്നാണ് പറയാ. സംഭവം വേറൊന്നുമല്ല, ബൈപ്പാസ് സർജറിയാണ്. കാര്യം ഇത് വളരെ മേജർ ആയിട്ടുള്ള ഒരു സർജറിയാണ് കേട്ടോ. ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. ശരിക്കും പറഞ്ഞൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു സർജറിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കോമൺ ആണ് ശരിക്കും ഈ പറഞ്ഞ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പോ ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? കാർഡിയോ വാസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. നമ്മൾ ഈ കാർഡിയോ വാസ്കുലാർ എന്ന് പറയുന്ന ടേമിനെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. കാർഡിയോ പ്ലസ് വാസ്കുലാർ. കാർഡിയോ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഹാർട്ട്, വാസ്കുലാർ റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ ട്ടോ. അതായത് രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഒന്ന് വായിച്ചേ. കാർഡിയോ വാസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഈ പറഞ്ഞ ഹാർട്ടിന്റെയും ഈ പറഞ്ഞ രക്തക്കുഴലുകളുടെയും ഒക്കെ എന്താണ്? സർജിക്കൽ ട്രീറ്റ്മെന്റ്, അതിന്റെ ശസ്ത്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയോ വാസ്കുലർ സർജറി അഥവാ ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ് ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാല്? ഹൃദയത്തിനും അതിനോട് ബന്ധപ്പെട്ട രക്തക്കുഴലുകളിലൊക്കെ ചെയ്യുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സർജിക്കൽ എന്താണ് അന്വേഷണ? ഒന്നും മനസ്സിലാവുന്നില്ല എന്നാ? എന്താണൊന്നും മനസ്സിലാവാത്തത്? മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയുന്നത്? അന്വേഷണക്ക് എന്ത് പറ്റി? ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങള്? എന്ത് പറ്റി? അപ്പോ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത്, ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനും രക്തക്കുഴലുകളിലും ഒക്കെ ചെയ്യുന്ന ആ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ്, ശസ്ത്രക്രിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയോ വാസ്കുലർ സർജറി അഥവാ ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. കാർഡിയാക് സർജറി ഇൻവോൾവ്സ്, നമ്മൾ പറഞ്ഞു അല്ലെ, ഹൃദയ ശസ്ത്രക്രിയ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഹൃദയ ശസ്ത്രക്രിയയില് എന്തെല്ലാം സർജറീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതാണ് ഇനി അടുത്ത പാരഗ്രാഫിനകത്ത് പറയുന്നത് കേട്ടോ. സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. കാർഡിയാക് സർജറി ഇൻവോൾവ്സ്
പ്രൊസീജിയേഴ്സ് ലൈക്ക് ബൈപ്പാസ് സർജറീസ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, കാറ്റ് പറഞ്ഞല്ലോ, ബൈപ്പാസ് സർജറി. പിന്നെന്താണ് വാൽവ് റിപ്പയേഴ്സ് അല്ലെ, വാൽവിന് നന്നാക്കുക. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തില് ഒരുപാട് വാൽവുകൾ ഉണ്ട്. കസ്പിഡ് വാൽവ്സ് ഉണ്ട്, അതുപോലെ സെമി ലൂണാർ വാൽവുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട, വാൽവുകൾ ഉണ്ട്. അപ്പൊ അത്തരം വാൽവുകളെ നന്നാക്കുക. അതോടൊപ്പം തന്നെ വാൽവ് റീപ്ലേസ്മെന്റ് അല്ലെ, വാൽവിനെ നമ്മൾ മാറ്റി സ്ഥാപിക്കുക. എന്തെങ്കിലും വാൽവ് തകരാറുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യുക, അങ്ങനെയുള്ള സർജറീസ്. പിന്നെ എന്താ പറയുന്നത്, സർജറി ഫോർ കൺജെനിറ്റൽ ഡിഫെക്ട്സ്. കൺജെനിറ്റൽ എന്ന് പറയുന്ന ടേം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. എന്താണ്, ജന്മനായുള്ള ഡിഫെക്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമുക്ക് ബൈ ബർത്തിലൂടെ തന്നെ വരുന്ന ചില വൈകല്യങ്ങൾ വരാം. ഹൃദയ സംബന്ധമായിട്ടുള്ള വൈകല്യം നമ്മൾ കേട്ടിട്ടില്ലേ. ചില കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ വാൽവിന് തകരാറുള്ള കുട്ടിയാണ്, അങ്ങനെ ഹൃദയത്തിന് പ്രശ്നമുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ബൈ ബർത്തിലൂടെ വരുന്നതാണ് അങ്ങനെയുള്ള ഇഷ്യൂസ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സർജറികൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്, കാർഡിയാക് സർജറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഒരു ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബൈപ്പാസ് സർജറി വരുന്നുണ്ട്, പിന്നെന്താണ് വാൽവ് റിപ്പയറിംഗ് വരുന്നുണ്ട്, വാൽവ് റീപ്ലേസ്മെന്റ് അല്ലെ, വാൽവിനെ മാറ്റി സ്ഥാപിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ജന്മനായി ഉണ്ടാകുന്ന എന്തെങ്കിലും വൈകല്യങ്ങളെ എന്താണ് ട്രീറ്റ് ചെയ്യാനുള്ള സർജറീസ്. ഇതെല്ലാം അടങ്ങുന്നതാണ് എന്ത്, കാർഡിയാക് സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പറയുന്നത് എന്താണ്, വാസ്കുലാർ. വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. നമ്മൾ പറഞ്ഞു അല്ലെ, കാർഡിയോ വാസ്കുലാർ എന്ന് പറഞ്ഞപ്പോ കാർഡിയോ റിലേറ്റഡ് ടു ഹാർട്ടും വാസ്കുലാർ റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ ആണ് പറഞ്ഞത്. അപ്പൊ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. മനസ്സിലായല്ലോ. അതായത് ഈ രക്തക്കുഴലുകൾക്ക് വരുന്ന അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് വാസ്കുലാർ എന്ന് പറയുന്ന ആ ഒരു ടേം. കിട്ടല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെന്താ പറയുന്നത്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. ഇത് നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെന്റിനും പുറമെ പിന്നെ എന്തൊക്കെയുണ്ട്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, ട്രീറ്റ്മെന്റ് ഫോർ, ട്രീറ്റ്മെന്റ് വെറുതെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ബൈപ്പാസ് സർജറി ചെയ്യുന്നുണ്ട്, വാൽവ് റിപ്പയറിംഗ്, വാൽവ് റീപ്ലേസ്മെന്റ്, അതുപോലെ ഈ പറഞ്ഞ കൺജെനിറ്റൽ ഡിഫെക്ട്സിനുള്ള സർജറീസ് എല്ലാം അടങ്ങുന്നതാണ് കാർഡിയക് സർജറി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. നിങ്ങൾ പേസ് മേക്കർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പേസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, വേഗതയാണ് അല്ലെ. അതായത് പേസ് മേക്കർ, നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ ഒരു പേസ് മേക്കർ ഉണ്ട്. അത് ഏതാണെന്ന് അറിയാമോ, സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയും, എസ്എ നോഡ് എന്ന് പറയും. അതൊന്നും നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. സൈനോ ഏട്രിയൽ നോഡ്സ് എന്ന് പറയും. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് പറയുന്നത്. പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കമിടുന്നതും അതുപോലെ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ആളാണ് ആര്, പേസ് മേക്കർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമ്മുടെ ഹൃദയ സങ്കോച വികാസങ്ങൾ നമുക്കറിയാം, ഹൃദയപേശി എന്ന് പറഞ്ഞ എന്താണ്, ഒരു വിശ്രമവും ഇല്ലാതെ കണ്ടിന്യൂസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെ. കണ്ടിന്യൂസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ഹൃദയ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അതുപോലെ ഹൃദയ സ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, പേസ് മേക്കർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു പേസ് മേക്കർ ഉണ്ട്, അതാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്ന ആ ഒരു പേസ് മേക്കറിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വരാന്ന് വിചാരിക്കും, എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പേസ് മേക്കർ അവിടെ ഇംപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം എന്താണ്, ഹൃദയത്തിന്റെ സ്പന്ദന നിരക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പിന്നെന്താണ്, ട്രീറ്റ്മെന്റ് ഫോർ ദ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഫെമിലിയർ അല്ല, പക്ഷെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്, വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്കിനെ പറയുന്നതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പേര് അത്ര ഫെമിലിയർ അല്ല, പക്ഷെ അത് എന്ത് പേരാണെന്ന് വിചാരിക്കേണ്ട, സംഭവം ഹാർട്ട് അറ്റാക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാഡിന്റെ കാര്യം പറഞ്ഞല്ലോ, കൊറോണറി ആർട്ടറി ഡിസീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. എന്താ സംഭവിക്കുക, പ്രധാനമായിട്ടും മൈനർ അറ്റാക്ക്. ഓക്കെ ഫാത്തിമ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ അതായത് ഹാർട്ട് അറ്റാക്ക് ആണ്. മയോകാർഡിയം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് നമ്മളുടെ ഹൃദയത്തിന്, അതായത് പെരികാർഡിയം, മയോകാർഡിയം എന്നൊക്കെ പല ലെയറുകളുണ്ട്. മയോകാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഏകദേശം മിഡിൽ ആയിട്ടുള്ള ലെയർ ആണ് കേട്ടോ.
മസിൽ ലെയർ ആണ് ആതിര, അതെ കറക്റ്റ് ആണ്. മിഡിലായിട്ട് അതായത് മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഒരു ലെയർ ആണ് ഈ കാർഡിയൽ ലെയർ എന്ന് പറയുന്നത്. അവിടെയുള്ള ടിഷ്യൂസിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കാഡിന്റെ കാര്യം പറഞ്ഞല്ലോ, കൊറോണറി ആർട്ടറി ഡിസീസ് വരുമ്പോൾ ഈ പറഞ്ഞ ഹൃദയപേശികളിലേക്ക് വേണ്ടത്ര ബ്ലഡ് എത്തില്ല അല്ലെ. അങ്ങനെ ഓക്സിജൻ സപ്ലൈ ഉള്ള ബ്ലഡ് എത്താതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ മയോകാർഡിയൽ ടിഷ്യൂസ് ഒക്കെ ഡെഡ് ആവാൻ തുടങ്ങും. വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ അവിടുത്തെ ടിഷ്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ സെല്ലുകൾ എന്താവും? ഡെഡ് ആവും. അങ്ങനെ ഡെഡ് ആവുന്ന അവസ്ഥയെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ ആൻജിന പറഞ്ഞിരുന്നു അല്ലെ. ആൻജിനയും വരുന്നത് കൊറോണറി കാഡ് മൂലമാണ് വരുന്നത്. ഈ പറഞ്ഞ അറ്റാക്കും അതെ. കാര്യം എന്താണ്? ആൻജിന എന്ന് പറയുമ്പോൾ ഈ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ നമുക്ക് ഭയങ്കര നെഞ്ച് വേദന അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ആൻജിന. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മയോകാർഡിയൽ സെൽസ് ഡെഡ് ആവുകയാണ്. വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ ഉള്ള ബ്ലഡ് എത്താതെ വരുമ്പോൾ അവിടുത്തെ സെല്ലുകൾ നശിച്ചു പോവുകയാണ്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അനീഷ്മയ്ക്ക് എന്താണ് മനസ്സിലാവാതിരുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. എന്താണ്? അനസ്തേഷ്യോളജി അല്ലെ. അനസ്തേഷ്യോളജി ഇതൊക്കെ നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. അനസ്തേഷ്യ കൊടുക്കുന്ന ചില സ്പെഷ്യൽ ഡോക്ടർമാര് തന്നെയുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അനസ്തേഷ്യ നമ്മൾ കൊടുക്കുന്നത്? എന്തിനായിരിക്കും? പറയൂ. പ്രിവെന്റ് ദ പെയിൻ ഡ്യൂറിംഗ് ദ സർജറി. കറക്റ്റ് ആണ് അല്ലെ. അതായത് സർജറി സമയത്ത് നമുക്ക് പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്? ഈ പറഞ്ഞ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അനസ്തേഷ്യയെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ. പലരും പല സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അനസ്തേഷ്യയെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഇത് വായിക്കാം അല്ലെ. അനസ്തേഷ്യ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് 3 തരത്തിലാണ് കേട്ടോ. 3 തരത്തിലാണ് അനസ്തേഷ്യ ഉള്ളത്. അതായത് ജനറൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്, അതോടൊപ്പം തന്നെ റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് അനസ്തേഷ്യകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, പിന്നെ വരുന്നത് റീജിയണൽ അനസ്തേഷ്യ. എന്താണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞത്? വായിക്കൂ കേട്ടോ, ജസ്റ്റ് പറഞ്ഞു മാത്രം. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവിടെ എന്താണ്? നമ്മുടെ ഇൻട്രാവെനസിൽ എന്ന് വെച്ചാൽ നേരിട്ട് വെയിനിലേക്ക് മരുന്ന് ഇൻജെക്ട് ചെയ്യാണ്. ഈ പറഞ്ഞ അനസ്തെറ്റിക് ഡ്രഗ് ഇൻജെക്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു പേഷ്യന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താവുകയാണ്? അൺകോൺഷ്യസ് ആവുകയാണ്. അതായത് പൂർണ്ണമായിട്ട് ഒരു അബോധാവസ്ഥയിലാവുകയാണ്. ആ ഒരു ബോഡി ഫുൾ എന്തായിരിക്കും? ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ യാതൊരുവിധ സർജിക്കൽ പ്രൊസീജിയറോ ഒന്നും തന്നെ അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. മൊത്തത്തില് എന്താണ്? അൺകോൺഷ്യസ് ആവുകയാണ് ജനറൽ അനസ്തേഷ്യക്കകത്ത്. ഇനി ലോക്കൽ അനസ്തേഷ്യ, പേരിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ സ്മോൾ ഏരിയാസിൽ അല്ലെ, ചെറിയൊരു സ്മോൾ ഏരിയയിലുള്ള ഒരു സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. സാധാരണ ദന്ത ഡോക്ടർമാര്, ഡെന്റിസ്റ്റുകളാണ് അത്തരത്തിലുള്ള അനസ്തേഷ്യ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന ആ ഒരു റീജിയനെ മാത്രമാണ് അവിടെ മരവിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ രോഗി എന്താവില്ല? ഫുള്ളി അൺകോൺഷ്യസ് ആവില്ല. മനസ്സിലായല്ലോ? മുഴുവനായിട്ടും ഒരു അബോധാവസ്ഥയിലാവുന്നില്ല. അവർക്ക് ആ സർജറി ചെയ്യുന്ന ഭാഗം മാത്രമാണ് മരവിപ്പിക്കുന്നത്. അപ്പൊ അവര് വളരെ കോൺഷ്യസ് ആയിരിക്കും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാൻ പറ്റും. എല്ലാവരുമായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. ഇങ്ങനൊരു സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്നുണ്ടെന്ന് പോലും അവർക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? അവർക്ക് പെയിൻ അറിയുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് ജനറൽ അനസ്തേഷ്യ റീജിയണൽ അനസ്തേഷ്യ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. ജനറൽ അനസ്തേഷ്യയിൽ ഫുള്ളി അൺകോൺഷ്യസ് ആവും. പക്ഷെ റീജിയണൽ അനസ്തേഷ്യക്കകത്ത് എന്താവില്ല? ഫുള്ളി അൺകോൺഷ്യസ് ആവുന്നില്ല. പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. അതെ, പ്രഗ്നന്റ് പ്രധാനമായിട്ട് നമ്മുടെ സിസേറിയൻ സമയത്ത് ചെയ്യുന്നതാണ് എന്ത്? റീജിയണൽ അനസ്തേഷ്യ. അത് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. അനസ്തേഷ്യോളജി. Doctors in this department
administer anesthesia for patients for procedures and സർജറീസ് അല്ലെ. ഈ പറഞ്ഞ സർജറി മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദ അനസ്തേഷ്യോളജി വിൽ അഡ്മിനിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആണ് അവർ കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ ജനറൽ അനസ്തേഷ്യ അല്ലെ, സെക്കൻഡ് വൺ ലോക്കൽ അനസ്തേഷ്യ ആൻഡ് തേർഡ് വൺ റീജിയണൽ അനസ്തേഷ്യ. ഇനി ഓരോന്ന് എന്താ നോക്കാം. എന്താണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാല്? ജനറൽ അനസ്തേഷ്യ ഇസ് എ മെഡിസിൻ that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. മനസ്സിലായല്ലോ? ഒരു ജനറൽ അനസ്തേഷ്യയിൽ എന്താ ചെയ്യുന്നത്? ഒരു മെഡിസിൻ ആണ് അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അല്ലെ. അഡ്മിനിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ അർത്ഥമാക്കുന്നത് സപ്ലൈ ചെയ്യാനാണ് കേട്ടോ. ടു ഗീവ് ഓർ സപ്ലൈ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോ ജനറൽ അനസ്തേഷ്യ സമയത്ത് ഒരു മെഡിസിൻ എങ്ങനെ കൊടുക്കുന്നത്? ത്രൂ എ മാസ്ക് ഓർ IV കാനുല അല്ലെ. IV എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രാവെനസലി ഇൻ ടു ദ വെയിൻ ആണ്, നേരിട്ട് വെയിനിലേക്ക് ആ ഒരു മെഡിസിൻ, അനസ്തെറ്റിക് മെഡിസിൻ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഡ്രഗ് ഇൻജെക്ട് ചെയ്യാണ്. എന്തൊക്കെ യൂസ് ചെയ്യും? ത്രൂ എ മാസ്ക് മുഖേനയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മാസ്ക് നമ്മൾ വെക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ മൂക്കും വായനയൊക്കെ കവർ ചെയ്തുകൊണ്ട് മാസ്ക് വെക്കുന്നതിലൂടെ ഈ പറഞ്ഞ ഇൻഹേലേഷൻ ഓഫ് അനസ്തെറ്റിക് ഡ്രഗ്സിനെ ഇൻഹേൽ ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ബ്രീത്തിങ് ഒരു കറക്റ്റ് ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാസ്കും IV കാനുലയിലൂടെയും ഈ പറഞ്ഞ ഡ്രഗ് നേരിട്ട് ഇൻജെക്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു പേഷ്യന്റ് എന്താവുകയാണ്? അപ്പം തന്നെ അൺകോൺഷ്യസ് ആവുകയാണ്. ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി while the anesthesia is working, patient will become unconscious അല്ലെ. ഈ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് പിന്നെ എന്താവുകയാണ്? അൺകോൺഷ്യസ് ആവുകയാണ്, അബോധാവസ്ഥയിലാവുകയാണെങ്കിൽ അതൊരു സ്ലീപ്പിംഗ് മോഡിലേക്ക് അവരുടെ ബോഡി പോവുകയാണ്. പിന്നെ അവർക്ക് ഒന്നും അറിയുന്നില്ല, അവരൊന്നും തന്നെ അവര് അറിയുന്നില്ല. ഓക്കെ, അതാണ് ജനറൽ അനസ്തേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ലോക്കൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യ എന്താണ് പറയുന്നത്? A local anesthesia blocks sensation in small areas. അതായത് വളരെ സ്മോൾ ഏരിയയിലുള്ള, വളരെ ചെറിയ ഏരിയയിലുള്ള ആ ഒരു സെൻസേഷൻ, ആ ഒരു സംവേദനത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള അനസ്തേഷ്യനെയാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ എന്താ പറയുന്നത്? ഡെന്റിസ്റ്റ് യൂസ് ദ ലോക്കൽ അനസ്തേഷ്യ when numbering a jaw or gums. ഓക്കെ, സാധാരണ ഈ ഒരു അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത് ആരാണ്? ഡെന്റിസ്റ്റുകളാണ് അല്ലെ, ദന്ത ഡോക്ടർമാരാണ്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ വല്ല പല്ല് പറിക്കാനോ അല്ലെങ്കിൽ വല്ല റൂട്ട് കനാലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു സ്മോൾ ഏരിയയിൽ മാത്രം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്രേ ചെയ്യുകയോ അല്ലെ, എന്തെങ്കിലും മെഡിസിൻ അവർ സ്പ്രേ ചെയ്യുകയോ ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ആ ഒരു ഏരിയ മാത്രം മരവിച്ചിരിക്കും. നമുക്ക് ആ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അറിയില്ല അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ഡെന്റിസ്റ്റ് യൂസ് ദ ലോക്കൽ അനസ്തേഷ്യ വെൻ നമ്പറിംഗ് എ ജോ ഓർ ഗംസ്. ജോ എന്ന് വെച്ചാൽ നമ്മുടെ താടിയിലാണ് കേട്ടോ. അതായത് മോണ അതുപോലെ താടിയിലൊക്കെ നമ്പർ ചെയ്യുമ്പോൾ, നമ്പറിംഗ് സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു നമ്പറിംഗ് ചാർട്ടും നമ്പറിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അവര് നമ്പർ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഓരോ ടീത്തും അവര് പറയുന്നത്. അത് നമുക്കറിയണ്ട. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ദന്ത ഡോക്ടർമാര് കൊടുക്കുന്നത് ലോക്കൽ അനസ്തേഷ്യ. ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ് അവര് അവിടുത്തെ സെൻസേഷൻ അവര് ബ്ലോക്ക് ചെയ്യുന്നത്. ക്ലിയർ? അടുത്തതാണ് റീജിയണൽ അനസ്തേഷ്യ. അതെല്ലാവർക്കും മിക്കവർക്കും ഫെമിലിയർ ആയിരിക്കും. റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി അല്ലെ. നംസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മരവിപ്പിക്കുക എന്നാണ് കേട്ടോ. NUMBS നംസ് എന്ന് പറഞ്ഞാല് മരവിപ്പിക്കുക. ഓക്കെ, റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു സ്പെസിഫിക് പോർഷൻ, ഒരു സ്പെസിഫിക് റീജിയനെ മാത്രമാണ് അത് മരവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് എന്തായിരിക്കും? കോൺഷ്യസ് ആയിരിക്കും. ഇനി എന്താ പറയുന്നത്? എക്സാമ്പിൾ ഏതാ അറിയാം അല്ലെ? സിസേറിയൻ സെക്ഷൻസ്. സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് എ റീജിയണൽ അനസ്തേഷ്യ. സിസേറിയൻ സെക്ഷൻ ചെയ്യുന്നത് റീജിയണൽ അനസ്തേഷ്യയിലൂടെയാണ്. അവർക്ക് സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ എന്താണ്? വേദനയൊന്നും അറിയില്ല. പക്ഷെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരിക്കും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, റീജിയണൽ ഈ പറഞ്ഞ സിസേറിയൻ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും ഇതിനകത്ത് അല്ലെ? അവരുടെ ഇല്ലേ ഒത്തിരി പേരുണ്ടാവുമല്ലോ ഇതിനകത്ത് സിസേറിയൻ ചെയ്ത ആൾക്കാര്. സിയ, ഓക്കെ, സിയ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ചിലവര് നോർമൽ ആയിരിക്കും, മറ്റു ചിലര് സിസേറിയൻ ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും കറക്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. ഓക്കെ,
അപ്പോ ഇനി എന്താണ് പറയുന്നത്? ഡ്യൂറിംഗ് ദ അപ്പൊ 3 അനസ്തേഷ്യകൾ നമ്മൾ കണ്ടു കേട്ടോ. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഇനി എന്താണ് പറയുന്നത്? ഡ്യൂറിംഗ് ദ സർജറി, അല്ലെ, സർജറി സമയത്ത് the anesthesiologist will monitor the patient's blood pressure, heart rhythm, temperature, level of consciousness and amount of oxygen in the blood. Clear ആയല്ലോ? അതായത് ഈ ഒരു സർജറി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ടാകുന്ന സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും? പേഷ്യൻസിന്റെ ബ്ലഡ് പ്രഷർ, അവരുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ അവരുടെ ഹൃദയസ്പന്ദന നിരക്ക്, പിന്നെ അവരുടെ ടെമ്പറേച്ചർ, പിന്നെ അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ, അതെല്ലാം തന്നെ, അതുപോലെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, അല്ലെ, ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അനസ്തേഷ്യോളജി നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ? 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ജനറൽ, അതുപോലെ ലോക്കൽ, റീജിയണൽ. ക്ലിയർ? ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എന്താണ് ബോറടിക്കുന്നത്? ക്ലാസ് ആണോ ബോറടിക്കുന്നത്? ഓക്കെ, കണ്ടിന്യൂസ് ഒക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബോറടി ഒക്കെ ഫീൽ ചെയ്യും അല്ലേ? അടുത്തതാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CCU. അത് തന്നെയാണ് എന്ത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ICU കേട്ടോ, തീവ്ര പരിചരണ വിഭാഗം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. നിങ്ങൾ വായിക്കും. ഹസ്നയുണ്ടോ? ഹസ്ന, ഹസ്നയുണ്ടോ? Yes, ma'am. ഹസ്നയുണ്ട്. ഹസ്ന ഒന്ന് വായിച്ചേ മോളെ. Critical care unit is a specialty that cares for patients with acute life-threatening illness. Critical care is delivered through a highly specialized intensive care unit, also known as intensive treatment unit, critical care unit. Patients are usually transferred to ICU after initial stabilization at emergency room, operation theatre or recovery room. Certain patients need to be isolated and need close and individual medical attention. The ICU has very few beds and is usually handled by specialists doctors and nurses as well as consultant anesthetics, physiotherapists and dietitians. ഓക്കെ, ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് വായിച്ച് പറയാമോ എന്താണെന്നുള്ളത്? Critical care unit is a specialty that cares for patients with acute life-threatening illness. Critical care unit എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി യൂണിറ്റ് ആണ്. അത് പേഷ്യൻസിന്റെ രോഗാവസ്ഥയുടെ അനുസരിച്ചായിരിക്കും. Critical care is delivered through a highly specialized അവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലുള്ളത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ആയിരിക്കും. It's also known as intensive treatment unit or critical care unit. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ വായിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഉറങ്ങിയിരിക്കാണോ, ബോറടിക്കണ്ടല്ലോ എന്നോട്ടാണ് കേട്ടോ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചത്. അപ്പൊ നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ, ICU. എന്താണ് പറയുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഈസ് എസ്പെഷ്യലി ദാറ്റ് കെയർസ് ഫോർ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് ലൈഫ് ത്രെട്ടണിംഗ് നീഡ്സ്. അല്ലെ, അക്യൂട്ട് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ICU എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞു അല്ലെ, ക്രിട്ടിക്കൽ കെയർ ആണ് അവർക്ക് കൊടുക്കുന്നത്. അത്രയും തീവ്രമായിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു ശ്രദ്ധയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ക്രിട്ടിക്കൽ കെയർ ഇസ് ഡെലിവേർഡ് ത്രൂ എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ആൾസോ നോൺ ആസ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഓർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ICU, അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ കെയർ, ഈ ഒരു തീവ്രമായിട്ടുള്ള പരിചരണം വിതരണം ചെയ്യുന്നത് അല്ലെ. അവർക്ക് ആ ഒരു ക്രിട്ടിക്കൽ കെയർ നമ്മൾ കൊടുക്കുന്നത് എന്തിലൂടെയാണ്? ഈ പറഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? The patients are usually transferred to ICU after the initial stabilization at the emergency room, ഓപ്പറേഷൻ തിയേറ്റർ ഓർ റിക്കവറി റൂം അല്ലെ. എന്താണ് സാധാരണയായിട്ട് നമ്മൾ എപ്പോഴാണ് പേഷ്യൻസിനെ ICUയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? അതായത് എമർജൻസി റൂമിൽ നിന്ന്. നമ്മൾ എമർജൻസി റൂം എന്താണ്? കാഷ്വാലിറ്റി അല്ലെ, അത്യാഹിത വിഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ റിക്കവറി റൂംസ്. റിക്കവറി റൂം എന്ന് പറഞ്ഞാലും ഒരു സ്പെഷ്യൽ റൂമാണ് കേട്ടോ. ഈ ഓപ്പറേഷൻ തിയേറ്ററിനോട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അവിടെ സാധാരണ നമ്മൾ ഈ പറഞ്ഞ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ കെപ്റ്റ് ചെയ്യുന്ന ആ ഒരു റൂമാണ് കേട്ടോ. അതുപോലെ ഈ പറഞ്ഞ സെഡേഷൻസ്, ഈ പറഞ്ഞ എന്താ പറയുക അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടുള്ള രോഗികൾ ഉണ്ടായിരിക്കില്ലേ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതെ സർജറി കഴിഞ്ഞതിന് ശേഷം അതിനൊക്കെ വേണ്ടിയിട്ട് അവര് പ്ലേസ് ചെയ്യുന്ന ഒരു റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം റിക്കവറി റൂമിൽ നിന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ എമർജൻസി റൂം, അവിടെ നിന്നൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റെബിലൈസേഷന് ശേഷം മാത്രമേ, അതായത് ഒരു പ്രാഥമികമായിട്ടൊരു ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമാണ് അവരെ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ICUയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? The patients are usually transferred to ICU after the initial stabilization at the emergency room, operation theatre or റിക്കവറി റൂം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇന്റൻസീവ് കെയർ അവർക്ക് കൊടുക്കാനായിട്ട്. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ, ഒരു കാർഡിയക് സർജറി കഴിഞ്ഞ ആളാണെങ്കിൽ നമ്മൾ ഉടനെ പിടിച്ച് അയാളെ റൂമിലേക്ക് മാറ്റും ഇല്ല. അവരെ പിന്നെ എവിടേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക? ICUയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. കുറച്ച് ദിവസങ്ങളോളം അവർ ഇന്റൻസീവ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കാനായിട്ട് അവരെപ്പോഴും ICUയിലായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇനി certain patients need to be isolated and need the close and individual medical attentions അല്ലെ. ഇപ്പൊ ചില പേഷ്യൻസിന് എന്ത് ചെയ്യേണ്ടി വരും? ഐസോലേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ നമ്മൾ കോവിഡ് സമയത്ത് തന്നെ ഈ ഒരു വാക്ക് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, ഐസോലേറ്റ് ചെയ്യുക അല്ലെ, ഒറ്റപ്പെടുത്തേണ്ടി വരും അല്ലെ. കാര്യം എന്തെങ്കിലും ഇൻഫെക്റ്റീവ് ഡിസീസസ് ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് അവരെ മാത്രം ഐസോലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഉണ്ടാവാം. ഇനി ചില പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള ചില വൈദ്യസഹായം കൊടുക്കേണ്ട ആളുകളും ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അവരെയൊക്കെയാണ് നമ്മൾ എവിടേക്ക് മാറ്റുന്നത്? ICUയിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഇനി the ICU has very few beds and is usually handled by a specialist doctors and nurses as well as the consultant anesthetics, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻസ്. അപ്പൊ നോക്കിയേ, എത്ര ഒരു വലിയൊരു ടീമാണ് നോക്കി ICUവിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ICU എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്? വെരി ഫ്യൂ ബെഡ്സ് അല്ലെ, വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ബെഡ്സ് ഉണ്ടായിരിക്കോ? ഇല്ല. കാര്യം എന്താണ്? വളരെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട രോഗികളെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു റൂമാണ് ICU എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒത്തിരി ബെഡ്സ് ഒന്നും ഉണ്ടാവില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ മാത്രമല്ല, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് എത്ര വലിയ ടീമാണെന്ന് നോക്കിയേ. യൂഷ്വലി ഹാൻഡിൽഡ് ബൈ ദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നഴ്സസ് ഉണ്ടായിരിക്കും, കൺസൾട്ടന്റ് അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും അല്ലെ, അനസ്തേഷ്യ കൊടുക്കുന്ന സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യൻസ്മാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ട സ്പെഷ്യൽ ഭക്ഷണക്രമം ഒക്കെ എന്താണ് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ഒരു സ്ട്രോങ് ടീം ആയിരിക്കും ആ ഒരു ICU ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആ ഒരു പേഷ്യന്റിന് ഒരു വളരെ മികച്ച ഒരു കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ICU എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. എന്താണത്? ഡെർമറ്റോളജി. ആരാണ് വായിക്കുന്നത്? ഡെർമറ്റോളജി ആര് വായിക്കും? ഒരാൾ വായിച്ചേ. ബില്ലിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ വായിച്ചേ ഡെർമറ്റോളജി. ആരാണ് വായിക്കുന്നേ? ആര് വായിക്കും?
Dermatology is the science that deals with the diagnosis and the treatment of disease of the skin, hair, and nails. Okay. It offers specialized treatment for all clinical general dermatological problems, including disorders of the skin, hair, and nail, and venereal diseases, and also advanced cosmetics dermatology services for management of problems like acne, scars, pigmentation, vitiligo, hair loss, hair fall, unwanted hair, moles, warts, wrinkling, and aging skin. ഓക്കെ, വെരി ഗുഡ്. ഗംഗയല്ലേ പറഞ്ഞത്? വെരി ഗുഡ്. അതെ. ഓക്കെ, അപ്പൊ എന്താണ് ഡെർമറ്റോളജിയിൽ പറയുന്നത്? ഡെർമറ്റോളജി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് ജസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, എനിക്ക് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്? നമ്മുടെ സ്കിന്ന്, അതോടൊപ്പം തന്നെ ഹെയർ, പിന്നെ നഖം അല്ലെ, നെയിൽസ്, ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. നമ്മൾ പൊതുവെ സ്കിൻ എന്നാണ് പറയാ അല്ലെ. സ്കിന്നെ മാത്രമല്ല കേട്ടോ, തലമുടിയുണ്ട്, അതുപോലെ നഖം, ഇവയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളെയൊക്കെ ഡീൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. ഡെർമറ്റോളജി ഈസ് the science that deals with the diagnosis and treatment of diseases of the skin, hair, and nails. ക്ലിയർ ആണല്ലോ? നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയിൽസ് ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും രോഗനിർണയമൊക്കെ നടത്തുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഓഫേഴ്സ് ദ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ക്ലിനിക്കൽ ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ്, including the disorders of the skin, hair, and nail, and venereal diseases. മനസ്സിലായല്ലോ? അത് ഇതിനെ തന്നെ ഇപ്പൊ അതേ കാര്യത്തിന് തന്നെയാണ് തിരിച്ചു പറയുന്നത് കേട്ടാ, വേറൊരു ഇതിൽ പറയുന്നത് മാത്രം. അതായത് നമ്മുടെ സ്കിന്ന്, ഹെയർ, പിന്നെന്താ നെയില്, പിന്നെ വെനേറിയൽ ഡിസീസസ്. എന്താണ് വെനേറിയൽ ഡിസീസസ് എന്ന് പറഞ്ഞാല്? ലൈംഗിക രോഗങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം രോഗങ്ങൾ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ക്ലിനിക്കൽ ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസിനും സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ആൾസോ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക്സ് ഡെർമറ്റോളജി സർവീസസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് ആക്നെ അല്ലെ. ആക്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖക്കുരുവാണ് അല്ലെ. നമ്മൾ പരസ്യം കണ്ടിട്ടില്ലേ? ആക്നെ ഒക്കെ മറ്റേ ഫേസ് വാഷിന്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? ആക്നെ എന്നാണ് പറയാ അല്ലെ. മുഖക്കുരു, അതുപോലെ തന്നെ സ്കാർസ് അല്ലെ, പാടുകള്, പിന്നെന്താണ് പിഗ്മെന്റേഷൻസ് അല്ലെ. പിഗ്മെന്റേഷൻസ് എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം, നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ആ ഒരു പിഗ്മെന്റ് എന്ന് പറയുന്നത് മെലാനിൻ ആണ് കേട്ടോ. മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു മെലാനിനിൽ വരുന്ന ഏതെങ്കിലും ഡിസോർഡേഴ്സ്, ആ ഒരു പിഗ്മെന്റിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്തിന് കാരണമാകാറുണ്ട്? സ്കിന്നില് പിഗ്മെന്റേഷന് കാരണമാകാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങള്. പിന്നെ വിറ്റിലിഗോ, വിറ്റിലിഗോ എന്ന് പറഞ്ഞാല് വെള്ളപ്പാണ്ടാണ് കേട്ടോ, വെള്ളപ്പാണ്ട്. ഓക്കെ. അപ്പൊ അത് പിന്നെന്താണ്? അതിന് സുമി കറക്റ്റ് ആണ്, വെള്ളപ്പാണ്ടാണ് കേട്ടോ വിറ്റിലിഗോ എന്ന് പറഞ്ഞാല്. പിന്നെ ഹെയർ ലോസ് ആൻഡ് ഹെയർ ഫോൾ അല്ലെ, മുടി കൊഴിച്ചില്, പിന്നെ അൺവാണ്ടഡ് ഹെയർ, അനാവശ്യമായിട്ടുള്ള രോമങ്ങള്, പിന്നെ മോൾസ്, മോൾസ് അറിയാലോ, മറുകുകളാണ് കേട്ടോ, മറുകുകളാണ്. പിന്നെ വാട്സ്, വാട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക, അരിമ്പാറ എന്നൊക്കെ കേട്ടില്ലേ? അരിമ്പാറ മുഖത്തൊക്കെ ഉണ്ടാവാറുണ്ട്, കഴുത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ റിംഗ്ലിങ് അല്ലെ. റിംഗ്ലിങ് എന്താണ്? നമ്മുടെ തൊലിയൊക്കെ ചുളുങ്ങുന്ന ഒരവസ്ഥ. അതുപോലെ ഏജിങ് സ്കിൻ അല്ലെ, സ്കിന്ന് വളരെ ഏജ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള എല്ലാവിധ പ്രോബ്ലംസുകളെയും എന്താണ്? വിറ്റിലിഗോ എന്ന് പറഞ്ഞാല് വെള്ളപ്പാണ്ട്, വെള്ളപ്പാണ്ടാണ് കേട്ടോ. ഓക്കെ, വെള്ളപ്പാണ്ട്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാനായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞൊരു സ്കാർസ് എന്ന് പറഞ്ഞ പാടുകളാണ് കേട്ടോ ഐശ്വര്യ. സ്കാർസ് എന്ന് വെച്ചാല് പാടുകള്. ഓക്കെ. അപ്പോ ഈ പറഞ്ഞ പ്രോബ്ലംസ്, ഈ പറഞ്ഞ മുഖക്കുരു, അതുപോലെ തന്നെ പാടുകള്, പിഗ്മെന്റേഷൻസ്, നമ്മുടെ മുടി കൊഴിച്ചില്, അനാവശ്യ രോഗങ്ങള്, പിന്നെ വെള്ളപ്പാണ്ട് നിങ്ങൾ പറഞ്ഞു അല്ലെ, പിന്നെ അരിമ്പാറ അല്ലെങ്കിൽ മറുകുകള്, ചുളിവുകള് അല്ലെ, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാനുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ നമ്മള് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റും നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.
ഇനി അവസാനം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല ഒന്നും പറയരുത്. ഞാൻ എന്റെ മാക്സിമം ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ആ ഒരു ശ്രമം പരാജയമാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ പറയണം. അതിനനുസരിച്ച് മാറ്റങ്ങൾ എന്റെ ടീച്ചിങ്ങിലും വരുത്താം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. എന്താണ്? ENT കേട്ടോ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ENT അല്ലെ? ഇയർ, നോസ്, ത്രോട്ട്. നമുക്കറിയാം എന്താണെന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ്? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്. ഓക്കെ അല്ലെ? ENT ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദിസ്. എന്താണ് വിവിയൻ? ഈ ചാപ്റ്ററിന്റെ ടൈറ്റില് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സ്. ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ചാപ്റ്റർ നമ്പർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ENT ആണ് പറയുന്നത്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് എയിൽമെന്റ്സ് കൺസേൺഡ് വിത്ത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, എന്താണ് പറയുന്നത്? നമ്മളുടെ ചെവി, അതുപോലെ തന്നെ മൂക്ക്, ത്രോട്ട് അല്ലെ, തൊണ്ട, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന എയിൽമെന്റ്സ്. എയിൽമെന്റ്സ് വേർഡ് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എന്താണ് എയിൽമെന്റ്സ് എന്ന് പറഞ്ഞാല്? അസുഖം അല്ലെ, രോഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അത്തരം രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ENT എന്ന് പറയുന്നത്. എ ഡോക്ടർ who is trained in the medical and surgical treatment of the ears, nose, throat and related structures of the head and neck is generally referred to an ENT surgeon or ENT specialist. അല്ലെങ്കിൽ എന്ത് പറയും? ഓട്ടോലാരിംഗോളജിസ്റ്റ്. അത്രയും വലിയ കടുകട്ടി പേരൊന്നും നമ്മൾ ആരും പറയാറില്ല അല്ലെ. നമ്മൾ ENT നെ പറയാറില്ല. അതിന്റെ ആവശ്യമുള്ളൂ. ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്നൊക്കെ ഇതിനിങ്ങനെ ബുദ്ധിമുട്ടി പറയണേ അല്ലെ. അതായത് സാധാരണ നമ്മളുടെ എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ചെവി, അതുപോലെ തന്നെ നോസ്, ത്രോട്ട്, പിന്നെന്താണ് റിലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് അല്ലെ, നമ്മുടെ തലയുടെയും കഴുത്തിന്റെയും ഒക്കെ അനുബന്ധ ഘടനകള്. അപ്പൊ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വൈദ്യ ചികിത്സയും അതുപോലെ തന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള, പരിശീലനം നേടിയിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ENT സർജൻ അഥവാ ENT സ്പെഷ്യലിസ്റ്റ്. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട് ഇവയുമായിട്ട്, അത് മാത്രമല്ലാണ്ടോ നമ്മളുടെ ഈ പറഞ്ഞ തല, കഴുത്ത് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അത്തരം അസുഖങ്ങളെ അവയൊക്കെ ചികിത്സിക്കുകയും അതിന്റെയൊക്കെ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന വളരെ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആ ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ENT സ്പെഷ്യലിസ്റ്റ് അഥവാ ENT സർജൻ ഓർ ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓട്ടോളജി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അറിയാമോ? ഇയറുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഓട്ടോളജി എന്ന് പറയുന്നത്. അതെ, അപ്പൊ ലാരിംഗോളജിസ്റ്റ്, ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് ബോക്സ് ആണ് കേട്ടോ. ത്രോട്ട് ഇല്ലേ, ത്രോട്ട് നമ്മുടെ ഈ പറഞ്ഞ സ്വനതകൾ, അതിൽ നിന്നാണ് നമ്മുടെ വോയിസ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്നിച്ചിട്ടാണ് ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ് പറയുന്നത്? The parts covered under this specialty includes ears, nose and nasal passages, sinuses, larynx. ഇപ്പൊ പറഞ്ഞില്ല larynx, അതായത് വോയിസ് ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ സ്വനതന്തുക്കളൊക്കെ നിൽക്കുന്ന ഭാഗമാണ്. പിന്നെന്താണ്? ശ്വാസനാളം കേട്ടോ. പിന്നെന്താണ്? ഓറൽ കാവിറ്റി ആൻഡ് മൗത്ത് ആൻഡ് ത്രോട്ട് ആസ് വെൽ ആസ് സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ വീണ്ടും ഒന്ന് തിരിച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇയേഴ്സ് വരുന്നുണ്ട്, നോസ് വരുന്നുണ്ട്, നേസൽ പാസേജസ് വരുന്നുണ്ട്, പിന്നെ ലാരിങ്സ് നമ്മുടെ വോയിസ് ബോക്സ് ത്രോട്ടിനകത്തുള്ളത്, പിന്നെ ഓറൽ കാവിറ്റി ആൻഡ് മൗത്ത്, ത്രോട്ട്, പിന്നെന്താണ് നമ്മുടെ ഈ പറഞ്ഞ തലയുടെയും കഴുത്തിന്റെയൊക്കെ അനുബന്ധ ഘടനകൾ. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ENT എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് എ വെറൈറ്റി ഓഫ് എയിൽമെന്റ്. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ലിസ്റ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് അല്ലെ. സാധാരണയായിട്ട് നമ്മുടെ ഇയർ, നോസ്, ത്രോട്ടിനൊക്കെ വരുന്ന അസുഖങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞോണ് സൈനസൈറ്റിസ്, പിന്നെന്താണ് നമ്മുടെ എന്താണ് പറയുക ടോൺസിലൈറ്റിസ്,
അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ല. പിന്നെ നമുക്ക് വരുന്ന കോൾഡ്, പിന്നെ എന്താണ് ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് സ്നോറിങ് അല്ലെ, കൂർക്കം വലിക്കുക, അതുപോലെ നമ്മൾ പറയുന്നത് മൂക്കിൽ ദശ വരിക, ഇതൊക്കെ എന്താണ് നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അസുഖങ്ങളാണ് അല്ലെ. അപ്പൊ ഇവയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്ക് ലംസ് എന്ന് വെച്ചാൽ എന്താണ് മുഴകളാണ് കേട്ടോ. ഇപ്പൊ കഴുത്തിൽ വരുന്ന മുഴകള് അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, നമ്മുടെ തലയുടെയും കഴുത്തിന്റെയും ഒക്കെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അത് പറഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് ഒന്നത്തിന് ആവശ്യമുള്ളൂ. പിന്നെ എന്താണ് ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് അല്ലെ. ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് എന്താണ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് പിന്നെന്താണ് ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. നമുക്കറിയാം അല്ലെ, ഇയർ ബാലൻസ് പോവാ പലപ്പോഴും പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. തല മൊത്തം കറങ്ങുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും അല്ലെ. ഒത്തിരി നമ്മൾ വൊമിറ്റ് ചെയ്യും. അതൊക്കെ ഈ ബാലൻസിന്റെ പ്രശ്നം, ഇയർ ബാലൻസ് കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ഇയർ ബാലൻസിങ്, അതുപോലെ ഹിയറിംഗ് ഡിസോർഡേഴ്സ് അല്ലെ, കേൾവി തകരാറുകള്, അത്. പിന്നെ എന്താണ് സ്നോറിങ് എന്താണ് കൂർക്കം വലിക്കുക അല്ലെ. കൂർക്കം വലി ഒരു പ്രശ്നമാണ്. അതായത് അത് ഈ പറഞ്ഞ ബ്ലോക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് കേട്ടോ. അപ്പൊ സ്നോറിങ്. പിന്നെ എന്താണ് ENT അലർജി പ്രോബ്ലംസ് അല്ലെ, ഈ പറഞ്ഞ അലർജിക് പ്രോബ്ലംസ്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസ്, അതായത് ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. പിന്നെന്താണ് വോയിസ് ഡിസോർഡേഴ്സ് അല്ലെ, ശബ്ദ തകരാറുകൾ. ഇങ്ങനെയുള്ള വിവിധ തരത്തിൽപ്പെട്ട രോഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ENT എന്ന് പറയുന്നത്. ഇയറും നോസും ത്രോട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാവിധ രോഗങ്ങളും, ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ്, നെക്ക് ലംസ്, ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, ടിയർ ഡക്റ്റ് പ്രോബ്ലംസ് കേട്ടോ, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. പിന്നെ ഇയർ ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, സ്നോറിങ് എന്ന് വെച്ചാൽ കൂർക്കമല്ലിയാണ് കേട്ടോ. പിന്നെ ENT അലർജി പ്രോബ്ലംസ്, സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, പിന്നെ വോയിസ് ഡിസോർഡേഴ്സ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്താണ്, തൈറോയിഡ് ഇതിൽ ഉൾപ്പെടുമോ? ഇല്ല വൃന്ദ, തൈറോയിഡ് വേറെ ഇതില്ല വരിക കേട്ടോ, എൻഡോക്രൈനോളജിയിലാണ് വരിക കേട്ടോ. തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ, തൈറോയിഡ് ഒരു ഗ്ലാൻഡ് ആണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മിസ്, അഞ്ചാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയോ? ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്. ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്, ടിയർ എന്ന് വെച്ചാൽ എന്താണ്, കണ്ണുനീരാണ് കേട്ടോ. നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. കണ്ണുനീർ ഗ്രന്ഥികൾക്ക് പ്രശ്നങ്ങൾ, ഇപ്പൊ അത്തരം തകരാറുകളെയൊക്കെ കൈകാര്യം ചെയ്യും. പിന്നെ ലംബിന്റെ അർത്ഥം ചോദിച്ചത്, ലംബ് എന്ന് വെച്ചാല് മുഴകളാണ് കേട്ടോ, മുഴകളാണ്, കഴുത്തിലുണ്ടാകുന്ന മുഴകൾ. ഓക്കെ, 2 പോയിന്റ് ഒരുമിച്ച് വന്നിട്ടല്ലേ, ക്യാൻസേഴ്സ് ഓഫ് ദി ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. അതെന്താണെന്നറിയോ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഒരു പോയിന്റ് മതി കേട്ടോ, രണ്ടും സെയിം തന്നെ അവര് എന്തോ പ്രിന്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം വെട്ടിക്കളഞ്ഞിട്ട്. ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ കേട്ടോ, കഴുത്തിന്റെയും അതുപോലെ തലയുടെ ഒക്കെ ഭാഗത്ത് ഉണ്ടാവുന്ന എന്താണ് ക്യാൻസറുകൾ. എന്താണ് ലക്ഷ്മി, കാർഡിയോളജി സെക്കൻഡ് പാരഗ്രാഫ് ആണോ? ഓക്കെ, കാർഡിയോളജിയുടെ സെക്കൻഡ് പാരഗ്രാഫ് ഇതായിരുന്നു. കാർഡിയാക് സർജറി ഇൻവോൾവ്സ് ദ പ്രൊസീജിയേഴ്സ് ലൈക്ക്, ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ, ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യൂ. Cardiac surgery involves the procedures like the bypass surgeries, valve repairs, valve replacement, and surgery for congenital defects. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ ശസ്ത്രക്രിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ബൈപ്പാസ് സർജറി അല്ലെ, ഓപ്പൺ ഹാർട്ട് സർജറിയാണ്, മേജർ സർജറിയാണ്, ബൈപ്പാസ് സർജറി ഉണ്ടായിരിക്കും. പിന്നെ വാൽവ് റിപ്പയേഴ്സ്, നമ്മുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള വാൽവുകൾ ഉണ്ട്. ഈ വാൽവുകളുടെ റിപ്പയർ ചെയ്യുക, വാൽവിനെ നന്നാക്കുക. അതുപോലെ വാൽവ് റീപ്ലേസ്മെന്റ്, അപ്പൊ വാൽവ് തകരാറ് വന്നു കഴിഞ്ഞാൽ ആ വാൽവിനെ എന്ത് ചെയ്യേണ്ടി വരും, റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സർജറീസ്. പിന്നെ സർജറി ഫോർ കൺജെനിറ്റൽ ഡിഫക്ട്സ്. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാല് ബൈ ബർത്ത് ആണ്, അതായത് ജന്മനായി ഉണ്ടാകുന്ന ചില ഹൃദയ തകരാറുകൾ ഉണ്ടാവും, വൈകല്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സർജറികളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്, കാർഡിയാക് സർജറി എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ വാസ്കുലാർ എന്ന് പറയുന്ന ആ ഒരു ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. മനസ്സിലായോ? രക്തക്കുഴലുകൾ
എല്ലുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് വാസ്കുലർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അത് കൂടാതെ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, ട്രീറ്റ്മെന്റ്, അതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇത് മാത്രമല്ല, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ഓക്കെ അതുണ്ട്. അതുപോലെ തന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതിനുള്ള ചികിത്സയും ആയോ? ക്ലിയർ ആയോ പറഞ്ഞത് ലക്ഷ്മിക്ക്? ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? മിസ് അനസ്തീഷ്യോളജിയില് IV കാന്യൂൾ ഏതാണ്? IV കാന്യൂൾ എന്നില്ലേ? അനസ്തീഷ്യോളജി. IV കാനുലയാണോ? അതെ അതെ. IV എന്ന് വെച്ചാൽ ഇൻട്രാവെനസിൽ നേരിട്ട് വെയിനിലേക്ക് കുത്തുന്നതാണ് മോള്. നേരിട്ട് വെയിനിലേക്ക് ഡ്രഗ് കുത്തും, ഓക്കെ. ഇൻജെക്ട് ചെയ്യും. നമ്മൾ കുട്ടികൾക്ക് ഈ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ IV ആന്റിബയോട്ടിക് കൊടുക്കാന്ന് പറയും. കേട്ടിട്ടില്ല? IV ആന്റിബയോട്ടിക് എന്ന് വെച്ചാൽ നേരിട്ട് വെയിനിലേക്കാണ് ആ മെഡിസിനെ കയറ്റിവിടുന്നത്. നമ്മൾ മറ്റേ ഗുളിക കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചു, അത് രക്തത്തിൽ അലിഞ്ഞു വരാനൊക്കെ സമയം എടുക്കും. നേരിട്ട് വെയിനിലേക്ക് കൊടുക്കണം, ഇൻട്രാവെനസിന് കേട്ടോ. ഇൻറ്റു ദ വെയിൻ ആണ്. നേരിട്ട് വെയിനിലേക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് എഫക്റ്റ് ആവും. കുട്ടികൾക്ക് IV ആന്റിബയോട്ടിക്സ് കൊടുക്കാറില്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട്? നേരിട്ട് വെയിനിലേക്കാണ് മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് അപ്പൊ ക്യൂർ ആവും. ക്ലിയർ? ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് പറയുമ്പോ എന്താ? എന്താണ് ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോ? ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി തകരാറ് കേട്ടോ. ഹിയറിംഗ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ കേൾവി തകരാറ്. ഇയർ ബാലൻസിന്റെ പ്രശ്നം പോവില്ലേ? നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഇയർ എന്ന് പറയുന്നത്. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം കേട്ടിട്ടില്ലേ? ഇയർ ബാലൻസിന്റെ പ്രശ്നം, ഇയർ ബാലൻസ് വരുമ്പോൾ തലയൊക്കെ കറങ്ങും, ബാലൻസ് പോകും, നമ്മുടെ തലയൊക്കെ കറങ്ങി ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് കേട്ടോ. എന്താണ് എക്സാമ്പിൾ പറയേണ്ടത് ലക്ഷ്മി? എന്ത് എക്സാമ്പിൾ ആണ് അതിന് നമ്മൾ പറയാനുള്ളത്? സാധാരണ മേജർ ആയിട്ട് ചെയ്യുന്ന എല്ലാ സർജറികൾക്കും നമ്മൾ കൊടുക്കുന്നതാണ് ജനറൽ അനസ്തേഷ്യ കേട്ടോ. മേജർ ആയിട്ട് വരുന്ന എല്ലാ സർജറികൾക്കും, ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യും, അതിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ജനറൽ അനസ്തേഷ്യ ആണ് കേട്ടോ. സിസേറിയൻ സെക്ഷൻസിലൊക്കെ കൊടുക്കുന്നത് റീജിയണൽ അനസ്തേഷ്യ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.